ശ്രീകൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2ാമത്തെ അധ്യായമാണ് സാഖ്യയോഗം. ഈ സാഖ്യയോഗയിലെ 66 ശ്ലോകങ്ങൾ, ആ ശ്ലോകങ്ങളുടെ അർത്ഥം സഹിതം നമ്മൾ ഇതുവരെ പഠിച്ചു കഴിഞ്ഞു. ഇവിടെ 67ാമത്തെ ശ്ലോകത്തിലൂടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് എന്താണ് പറഞ്ഞു കൊടുക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇന്ദ്രിയാണാം ഹി ചരതാം യന്മനോ അനുവിധീയതേ തദസ്യ ഹരിതി പ്രജ്ഞാം വായുർനാവാമി വാംഭസി. ഇവിടെ ഈ ശ്ലോകത്തിലൂടെ സർവേശ്വരൻ എന്താണ് അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്? ഇവിടെ ഭഗവാൻ ഇന്ദ്രിയാണാം എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഇന്ദ്രിയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. കണ്ണ്, കാത്, മൂക്ക്, ത്വക്ക്, നാക്ക് മുതലായ ഇന്ദ്രിയങ്ങളെയാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഹിചരതാം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് കൂടെ ചുറ്റിത്തിരിയുക എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. യന്മനോ, അതായത് ഏത് മനസ്സ്. യന്മനോ എന്ന് ചോദിച്ചിരിക്കുന്നത് യത് എന്നത് ഏതിനെയും, മനോ അത് മനസ്സിനെയുമാണ് സൂചിപ്പിക്കുന്നത്. അനുവിധീയതേ അർത്ഥം പോവുക. തദസ്യ അത് തദ് എന്ന വാക്കും അസ്യ എന്ന മറ്റൊരു വാക്കും കൂടി ചേരുമ്പോഴാണ് തദസ്യ എന്ന് പറയുന്നത്. അവിടെ തദ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അത് എന്നും അസ്യ എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അവൻ്റെ എന്നുമാണ്. ഹരതി അതിൻ്റെ അർത്ഥം കടത്തുക എന്നാണ്. പ്രജ്ഞാം, എന്താണ് പ്രജ്ഞാം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? വിവേചനം. വായു, വായുവിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നാവം, നാവം എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് വള്ളത്തിനെയാണ്, അതായത് വഞ്ചി, അതിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവ പോലെ, അംഭസി വെള്ളത്തിൽ. ഇതാണ് ഓരോ വാക്കുകളുടെയും അർത്ഥം. ഇനി ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ഇവിടെ ഭഗവാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മനസ്സ് ഇന്ദ്രിയ സുഖങ്ങളുടെ പുറകെ പോവുകയാണെങ്കിൽ ആ ആളുടെ മനസ്സ് എങ്ങനെയായിത്തീരും? അതായത് ഒരു ജലാശയത്തിലൂടെ ഇങ്ങനെ ലക്ഷ്യമില്ലാതെ പോകുന്ന, അതായത് കാറ്റ് എങ്ങോട്ടാണോ വീശുന്നത് അതനുസരിച്ചിട്ട് പോകുന്ന ഒരു വഞ്ചിയെ പോലെ ആയിത്തീരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ലക്ഷ്യമില്ലാതെ ആ മനസ്സെന്തു ചെയ്യും? ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കും. ഒന്നിലും ആ മനസ്സ് ഉറച്ചു നിൽക്കില്ല. ലക്ഷ്യമില്ലാതെ ആ മനസ്സ് അലഞ്ഞു തിരിഞ്ഞു നടക്കും. എങ്ങനെയുള്ള മനസ്സ്? ഇന്ദ്രിയ സുഖങ്ങളുടെ പുറകെ പോകുന്ന ഒരു വ്യക്തിയുടെ മനസ്സ് അങ്ങനെയായിത്തീരുമെന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. ഒരു വഞ്ചി എങ്ങനെയായിരിക്കണം പോകേണ്ടത്? അത് ഒരു വഞ്ചിക്കാരൻ ഉണ്ടാക്കണം. ആ വഞ്ചിയിൽ ആ വഞ്ചിക്കാരൻ വളരെ കൃത്യമായി ആ വഞ്ചിയെ നയിക്കണം. വഞ്ചി പോകേണ്ടത് മറുകര എത്തുന്നതിനായിട്ടാണ്. ഒരു വഞ്ചിക്കാരൻ ആ വഞ്ചിയെ വേണ്ടതുപോലെ നയിച്ചാൽ മാത്രമേ അതിന് മറുകര എത്തിച്ചേരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതല്ലാതെ വഞ്ചി നിയന്ത്രണമില്ലാതെ കാറ്റിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ ഇടയായാൽ അത് ലക്ഷ്യത്തിലെത്തിച്ചേരുക ഇല്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ വഴിമധ്യേ വല്ല ചുഴിയിലും തിരയിലുമൊക്കെ പെട്ട് നശിച്ചു പോകാനും നഷ്ടപ്പെട്ടു പോകാനും ഇടവന്നേക്കാം. അങ്ങനെ കൂടി സംഭവിക്കാം. അതുപോലെ തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ കാര്യവും. നമ്മുടെ മനസ്സിനെ എന്തു ചെയ്യണം? കൃത്യമായി ആ മനസ്സിൻ്റെ ഉടമ നിയന്ത്രിക്കണം. അവിടെ ആ മനസ്സ് എന്തിൻ്റെ പുറകെ പോകരുത്? വിഷയസുഖങ്ങളുടെ പുറകെ ഒരു കാരണവശാലും നമ്മൾ പോകാൻ പാടില്ല.
ഒരു ശരിയായ മനുഷ്യന് ഇന്ദ്രിയങ്ങളെ ജയിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് ഭഗവാൻ ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ സാധാരണക്കാരായ ആളുകളോട് ഭഗവാൻ അതുതന്നെയാണ് അർജുനനിലൂടെ പറഞ്ഞു തരുന്നത്. കാരണം നമുക്ക് പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മുടെ മനസ്സ് കൈവിട്ടു പോകും. അതുകൊണ്ടാണ് ഇന്ന് മാനസിക നില തെറ്റിയ ആളുകളുടെ എണ്ണം വളരെ കൂടുന്നത്, ആത്മഹത്യ വളരെ കൂടുന്നത്, ഡിപ്രഷൻ എന്നൊരവസ്ഥ വേണ്ടതിനും വേണ്ടാത്തതിനും ഉണ്ടാകുന്നത് ഇല്ലേ? ഇവിടെ അർജുനനും ഒരു തരത്തിൽ ഡിപ്രഷനാണ്. അതുകൊണ്ടാണ് ആദ്യത്തെ അധ്യായത്തിൻ്റെ പേര് തന്നെ എന്ത് വന്നത്? അർജുന വിഷാദ യോഗ. അർജുനന് വിഷാദമുണ്ടായിരിക്കുന്നു. ഇവിടെ സാധാരണക്കാരായ നമുക്കുമൊക്കെ എപ്പോഴും ഡിപ്രഷനാണ്, വിഷാദ രോഗമാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ നമ്മളിലേക്ക് തന്നെ നിരന്തരം നോക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്കത് കിട്ടുന്നില്ല, എനിക്കിത് കിട്ടുന്നില്ല, എനിക്കത് സംഭവിച്ചു, ഇത് സംഭവിച്ചു, നാളെ എനിക്കെന്ത് സംഭവിക്കും, ഇങ്ങനെയുള്ള ചിന്തകളാണ് നമുക്കെപ്പോഴുമുള്ളത്. ഇവിടെ അർജുനനും അതുതന്നെയാണ്. അർജുനൻ്റെ മനസ്സ് ഭഗവാനിൽ ഉറച്ചു നിൽക്കുന്നില്ല. ഭഗവാൻ ഒരു സാരഥിയെ പോലെ അർജുനനെ നയിക്കാനായി അർജുനൻ്റെ കൂടെ വന്നു നിൽക്കുന്ന സമയത്ത് പോലും ഭഗവാനിൽ തൻ്റെ മനസ്സ് ഉറപ്പിച്ചു നിർത്തുന്നതിനായിട്ട് അർജുനന് സാധിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മളെപ്പോലുള്ള സാധാരണക്കാർ നിരന്തരം നമ്മുടെ മനസ്സിനെ എന്തു ചെയ്യുന്നത്? ഇങ്ങനെ അഴിച്ചു വിടുന്നത്. തോന്നിയതുപോലെ മനസ്സിങ്ങനെ സഞ്ചരിക്കുന്നു. അതെവിടെങ്കിലുമൊക്കെ പോയി തട്ടി മറിഞ്ഞു വീണ് ഏറ്റവും അവസാനം വലിയ പ്രശ്നത്തിലേക്ക് നമ്മളൊക്കെ എത്തിച്ചേരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ആത്മഹത്യാ നിരക്ക് വളരെ കൂടുന്നത്. കൊച്ചുകുട്ടികൾക്ക് പോലും ഡിപ്രഷൻ എന്ന അവസ്ഥ ഉണ്ടാകുന്നത്. കാരണം ഇന്ന് കൂടുതലും എന്താണ്? കൊച്ചു കുടുംബമാണ്, അമ്മയും അച്ഛനും ഒരു കുഞ്ഞും. അവരെപ്പോഴും അവരിലേക്ക് തന്നെയാണ് എന്തു ചെയ്യുന്നത്? നോക്കിക്കൊണ്ടിരിക്കുന്നത്. മറ്റാരുമായും അവർക്ക് വലിയ സഹകരണമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇന്ന് പലർക്കും, അണുകുടുംബങ്ങളിൽപ്പെട്ട പലർക്കും ഡിപ്രഷൻ ഉണ്ടാകുന്നത്. പ്രസവശേഷം ഇന്ന് അമ്മമാർക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്നു. എന്തുകൊണ്ടാണ്? പഴയ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു പദം നമ്മൾ കേട്ടിട്ടുണ്ടോ? പ്രസവശേഷം അമ്മമാർക്ക് ഡിപ്രഷൻ ഉണ്ടാകുന്ന ഒരവസ്ഥ. കാരണം അന്ന് ഒരു സ്ത്രീ പ്രസവിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട വിശ്രമവും ആ കുഞ്ഞിനെ നോക്കാനും ഒക്കെയുള്ള ധാരാളം ആളുകൾ അവരുടെ ആ വീട്ടിൽ അവർക്ക് ലഭിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥ അങ്ങനെയാണോ? ഒരു കുഞ്ഞിനെ പ്രസവിച്ച ഒരമ്മയ്ക്ക് വേണ്ട രീതിയിൽ ആഹാരം കഴിക്കാനോ ഉറങ്ങാനോ പോലും സാധിക്കുന്നില്ല. അവരുടെ ലോകം ആ ഒരു കൊച്ചു ലോകമാണ്. അവിടെ വേറെ ആരുമില്ല. ചിലപ്പോൾ ആ കുഞ്ഞിനെ നോക്കാനൊരു ആയയോ ആരെങ്കിലും ഒരു സെർവൻ്റ് ഉണ്ടാകും. പണ്ടത്തെ കാലഘട്ടത്തിൽ അങ്ങനല്ല. ധാരാളം ആളുകളുണ്ട് കഥ പറഞ്ഞു കൊടുക്കാനും അവർക്ക് വേണ്ട ശുശ്രൂഷകൾ ചെയ്തു കൊടുക്കാനും കുഞ്ഞിനെ എടുത്ത് നടക്കാനും ഒക്കെയുള്ള ആളുകൾ ആ വീട്ടിലുള്ളപ്പോൾ അവർക്ക് എന്തുണ്ടായിരുന്നില്ല? ഡിപ്രഷൻ ഒരു പരിധിവരെ അവർക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ ഇന്നെല്ലാവർക്കും അതുണ്ട്. എന്തുകൊണ്ടാണത് സംഭവിക്കുന്നത്? മനസ്സിനെ നിയന്ത്രിക്കുന്നില്ല. ചെറിയ ചെറിയ കാര്യങ്ങളിൽ മനസ്സ് അസ്വസ്ഥമാകുന്നു. എനിക്കുറങ്ങാൻ സാധിക്കുന്നില്ല, എനിക്ക് നന്നായി ഭക്ഷണം കഴിക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് പുറത്തു പോകാൻ സാധിക്കുന്നില്ല. അതിനൊക്കെ തടസ്സമായിട്ട് ആര് നിൽക്കുകയാണ്? ആ കൊച്ചു കുഞ്ഞ് നിൽക്കുകയാണ് അല്ലേ? അപ്പോഴാണ് എന്തുണ്ടാകുന്നത്? ഡിപ്രഷൻ ഉണ്ടാകുന്നത്. പക്ഷേ ആ ഒരു അവസ്ഥ സന്തോഷത്തോടു കൂടി ഇതെൻ്റെ ഉത്തരവാദിത്തമാണ്, ഇങ്ങനെയൊക്കെയാണ് എന്നെയും എൻ്റെ അമ്മയും അച്ഛനുമൊക്കെ വളർത്തിയത് എന്ന് വളരെ വിശാലമായ രീതിയിൽ ചിന്തിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് ഡിപ്രഷൻ ഉണ്ടാകുമോ? ഇല്ല.
അതുപോലെ തന്നെയാണ് സുഖങ്ങളും ദുഃഖങ്ങളും. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന സുഖങ്ങളും ദുഃഖങ്ങളും എന്തു തന്നെയായാലും അത് ഭഗവാന്റെ അനുഗ്രഹമാണ്, ഭഗവാന്റെ കൃപയാണ് എന്ന് കരുതി ജീവിക്കുവാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന് സ്ഥിരതയുണ്ടാകും. എന്ത് സംഭവിച്ചാലും നമ്മുടെ മനസ്സിനെ കെട്ടഴിച്ചു വിടാതെ ഈശ്വരനിൽ ഉറപ്പിച്ചു നിർത്തണം. അങ്ങനെ ഉറപ്പിച്ചു നിർത്തിയ ആളായിരുന്നു ആര്? കുചേലൻ. വലിയ ദുഃഖങ്ങളുണ്ടായിരുന്നു, പട്ടിണിയാണ്. പക്ഷെ എപ്പോഴും എന്തു ചെയ്യും? ആ മനസ്സ് ഭഗവാനിൽ ഉറച്ചു നിന്നിരുന്നു. അങ്ങനെയുള്ള ധാരാളം ഭക്തരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ ഭഗവാൻ ഒരു വലിയ ദുഃഖം കൊണ്ടുവന്ന് തന്നു എന്നിരിക്കട്ടെ. എന്തിനായിരിക്കും ഭഗവാൻ ആ വലിയ ദുഃഖം നമുക്ക് കൊണ്ടുവന്ന് തന്നത്? മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടായിരിക്കും. അങ്ങനെ ചിന്തിക്കാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ആ ദുഃഖത്തെ പോലും സന്തോഷമാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അതല്ലാതെ നിരന്തരം വിഷയസുഖങ്ങളുടെ, ഇന്ദ്രിയ സുഖങ്ങളുടെ പുറകെ പാഞ്ഞാൽ നമ്മളെ ചതിക്കാനും നേർവഴിയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന നമ്മളെ വഴി തെറ്റിച്ചു കൊണ്ടുപോകാനും ആപത്തിൽ കൊണ്ടുവന്ന് ചാടിക്കാനും സ്വയം പോയി ആപത്തിൽ ചാടാനുമൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക, ഭഗവാനിൽ മനസ്സ് ഉറപ്പിച്ചു വെക്കുക, കർമ്മം ചെയ്യുക, തൻ്റെ ജോലി ഭംഗിയായി ചെയ്യുക. എന്തു തന്നെയായാലും അതിൻ്റെ ഫലം എന്തു തന്നെയായാലും അത് സർവേശ്വരൻ തന്നതാണ്. ഇപ്പോൾ ചിലപ്പോൾ ആ ഫലം നമ്മൾ വിചാരിച്ച രീതിയിലുള്ളതല്ല എങ്കിൽ പോലും ഇപ്പോൾ ഇത് തന്നത് നാളെ മറ്റെന്തോ നല്ലത് നമുക്ക് തരാൻ വേണ്ടിയിട്ടാണ്. അതല്ലെങ്കിൽ മറ്റേതോ വഴികളിലൂടെ നമ്മളെ സഞ്ചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഭഗവാൻ ഇപ്പോൾ എനിക്ക് ഈ ഫലം തന്നത് എന്ന് ചിന്തിച്ച് നിരന്തരം ഭഗവാനെ മാത്രം ആശ്രയിച്ച്, ഭഗവാനെ വിശ്വസിച്ച്, ഭഗവാനിൽ അടിയുറച്ച് വിശ്വസിച്ച്, മനസ്സിൽ ഭഗവാനെ മാത്രം വിചാരിച്ച്, മനസ്സ് ഭഗവാനിൽ ഉറപ്പിച്ച് മുമ്പോട്ട് പോകാനാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. അർജുനന് അങ്ങനെ ഭഗവാനിൽ മനസ്സുറപ്പിക്കാൻ സാധിക്കാഞ്ഞതുകൊണ്ടാണ് ഭഗവാനെ ഞാൻ ചെയ്യുന്നത് ശരിയാണോ, എൻ്റെ മനസ്സ് ഇങ്ങനെ വല്ലാതെ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത്. അതിനുശേഷം ഒരു തീരുമാനം അർജുനന് എടുക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഭഗവാനോട് തന്നെ അർജുനൻ പറയുകയാണ്, ഭഗവാനെ എനിക്ക് ഒരു തീരുമാനവും എടുക്കാൻ സാധിക്കുന്നില്ല, എനിക്ക് ഉത്തരം കിട്ടുന്നില്ല, എൻ്റെ മനസ്സ് നേരെ നിൽക്കുന്നില്ല, അതുകൊണ്ട് അങ്ങു തന്നെ എനിക്കൊരു മാർഗം പറഞ്ഞു തരണം എന്ന് അർജുനൻ ഭഗവാനോട് അപേക്ഷിച്ചതനുസരിച്ച് അർജുനന് ഭഗവാൻ ഉപദേശിച്ചു കൊടുത്തതാണ് ശ്രീമദ് ഭഗവത്ഗീത. അതിലൂടെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ ചെറിയ കാര്യങ്ങളിൽ മനസ്സ് അസ്വസ്ഥതപ്പെടുത്താതെ എന്തുതന്നെ സംഭവിച്ചാലും, നമ്മുടെ ജീവിതത്തിൽ എന്തുതന്നെ സംഭവിച്ചാലും അതെല്ലാം ഈശ്വര നിശ്ചയമാണ് എന്ന് കരുതി മനസ്സമാധാനത്തോടു കൂടി ഭഗവാനിൽ മനസ്സുറപ്പിച്ച് മുമ്പോട്ട് പോവുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക.